ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു ഉയർപ്പ് കാലം സംജാതമായിരിക്കുകയാണ്. മരണത്തിന്റെ ശക്തികളെ തകർത്തുകൊണ്ട്, പാതാളത്തിന്റെ നരകയാതനകൾക്ക് സമാപ്തി കുറിച്ചുകൊണ്ട്, പുനരുത്ഥാനത്തിന്റെ വലിയ പ്രത്യാശയിലേക്കും സമാധാനത്തിലേക്കും ലോകരക്ഷിതാവായ യേശു കർത്താവിന്റെ ഉയർപ്പ് പെരുന്നാളിലേക്ക് നാം ചേർന്ന് വരികയാണ്. ഇത് ആഘോഷങ്ങളുടെ ആഘോഷവും തിരുനാളുകളുടെ തിരുനാളുകളുമായി ചരിത്രത്തെ ദീപ്തമാക്കുകയാണ്. ഇത് വെളിച്ചത്തിന്റെ ആഘോഷമാണ്, ഇത് സമാധാനത്തിന്റെ ആഘോഷമാണ്, ഇത് ജീവന്റെ ആഘോഷമാണ്, ഇത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ആഘോഷമാണ്. ഈ ആഘോഷത്തിൽ ദൈവവചനത്തിന്റെ ആഘോഷമായി നമ്മുടെ ജീവിതത്തെ പൂർത്തീകരിപ്പാൻ ഈ ഉയർപ്പ് പെരുന്നാളിൽ നമുക്ക് സാധ്യമായി തീരണം. ലോകം ഇന്ന് അനീതിയിലേക്കും അധർമ്മത്തിലേക്കും അസുരതയിലേക്കും ലഹരികൾക്കും അടിമപ്പെട്ട് തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഉയർപ്പ് ഒരു ലഹരിയായി തീരുവാൻ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് അവന്റെ തിരുമുറിവുകളെ ചുംബിച്ചുകൊണ്ട് പാപത്തിന്റെ വേലിക്കെട്ടുകളെ തകർത്ത് പ്രത്യാശയുടെ പുതുപുലരിയിലേക്ക്, ഈ ഉയർപ്പ് പെരുന്നാളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പരിസരങ്ങളെ ദീപ്തമാക്കുവാൻ, ഒപ്പം നിൽക്കുന്ന സമൂഹത്തെ ദീപ്തമാക്കുവാൻ ഈ ഉയർപ്പ് പെരുന്നാള് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന്റെ മുറിവേറ്റ കരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉയർപ്പ് പെരുന്നാൾ ആശംസകൾ. നിങ്ങളുടെ മനോജ്.